മമ്മൂട്ടിയുടെ തന്നെ എക്കാലത്തെയും മികച്ച ഒരു കഥാപാത്രമാണ് അലക്സ് തേവള്ളിപ്പറമ്പിൽ എന്ന IAS ഉദ്യോഗസ്ഥന്റെ കഥയുമായി റിലീസായ ദി കിങ്. മലയാള സിനിമയെ കിടിലം കൊള്ളിച്ച വിജയമായിരുന്നു ദി കിങ് നേടിയത്. മമ്മൂട്ടിയും മുരളിയും വിജയരാഘവനും രാജൻ പി ദേവും ഗണേഷും ദേവനും വാണി വിശ്വനാഥുമെല്ലാം തകർത്ത് അഭിനയിച്ച ചിത്രമായിരുന്നു അത്. ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി അതിഥി താരമായി എത്തിയിരുന്നു. ഷാജി കൈലാസിന്റെ ഫ്രെയിം മാജിക്കിന്റെ പരകോടിയായിരുന്നു ദി കിങ്. ആ സിനിമയോടെ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ടീം പിരിഞ്ഞു. സാധാരണക്കാരെ പോലെ ലുങ്കിയെടുത്ത് നിരത്തിലേക്ക് പല കാര്യങ്ങളും ചെയ്തിരുന്ന അന്നത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറാണ് കിങ്ങിന്റെ പ്രചോദനം. ആലപ്പുഴ കളക്ടർ കൊള്ളാമല്ലോ എന്ന തോന്നലാണ് എന്തുകൊണ്ട് ഒരു കളക്ടറെ നായകനാക്കി സിനിമ ചെയ്തുകൂടാ എന്ന് ചിന്തിപ്പിച്ചത്. ജോസഫ് അലക്സിനെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിയല്ലാതെ മറ്റൊരു നടനില്ല. നമ്മൾ എഴുതി വയ്ക്കുന്നതിന്റെ 1000 മടങ്ങ് ധ്വനിയോടെ ആ സംഭാഷണങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനെ ലഭിക്കുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജോസഫ് അലക്സ് ആകാൻ മമ്മൂട്ടിയെ അല്ലാതെ മറ്റൊരു നടനെ ചിന്തിക്കാനാകില്ല. അത് അദ്ദേഹം മെഗാസ്റ്റാർ ആയതുകൊണ്ടല്ല, ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള മമ്മൂട്ടി എന്ന നടന്റെ ചുമതലകളുടെ കരുത്ത് മനസ്സിലായതുകൊണ്ടാണ്. ഒരു അഭിമുഖത്തിൽ രഞ്ജി പണിക്കർ പറഞ്ഞു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.